നമ്മുടെ പ്രൊട്ടക്ഷൻ ഭയങ്കര പവർഫുള്ളാണ്. കാരണം മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. നമ്മളെല്ലാ ഹീലിംഗും ചെയ്യുന്ന മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. മന്ത്ര എന്ന് പറയുമ്പം സംസ്കൃതം വേർഡാണ്. ഇറ്റ്സ് ജാവനീസ് സ്ക്രിപ്റ്റ്. ഒരാളെ ഹീൽ ചെയ്യാൻ ജസ്റ്റ് 2 മിനിറ്റ്. ബാക്കി ആളുടെ റെസ്റ്റിംഗ് ടൈമാണ്. ഒരു 90% എനർജീസ് നമ്മുടെ ബോഡിയിലോട്ടാണ് വിളിക്കുന്നത്. ആ നമ്മുടെ ബോഡിയിലോട്ട് വിളിച്ചിട്ട് അത് നിങ്ങളുടെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാണ് ചെയ്യുന്നത്. ആർക്കൊക്കെ ഇത് പഠിക്കാം? പലപ്പോഴും രോഹിത്തട്ട അവരവരുടെ പവർ മനസ്സിലാക്കുന്നില്ല. ഇവർ ഒരു സാധനം ഡിസൈൻ ചെയ്ത് മൈൻഡിൽ വെക്കും, അവിടെയും നമുക്ക് ബ്രാക്ക് കിട്ടി. ഉറപ്പായിട്ടും ഇതൊക്കെ ഇത് യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് ഫോം ചെയ്യുന്നുണ്ട് അവിടെ. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞൊരു ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. എന്നേക്കാൾ പ്രായമുണ്ട് പുള്ളിയുടെ ഹീലിംഗ് എക്സ്പീരിയൻസ്. കാരണം 45 years ആള് ഹീലറാണ്. ഞാൻ ഹീലിംഗ് തുടങ്ങുന്ന കാലത്ത് സാർ ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഡെയിലി ഹീലിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഞാൻ കരയാറാണ്. പല മൊഡാലിറ്റീസ് യൂസ് ചെയ്യുന്നു. സാറ് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അത്രയും പവർഫുള്ളായി. ഇതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ സർ. നമുക്ക് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ലൂസായി പോയ പല എനർജീസും ഈ അറ്റൻഡിങ് ടൈമിൽ ഓട്ടോമാറ്റിക് റീഫിൽ ആവും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്വം. അതിനെന്താണ് ചെയ്യേണ്ടതെന്നും ലൈഫ് ടൈം ആ എനർജി അതേപോലെ നിൽക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതും നമ്മൾ ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് കവർ ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ 100%. നമ്മുടെ പ്രൊട്ടക്ഷൻ ഭയങ്കര പവർഫുള്ളാണ്. കാരണം മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. നമ്മളെല്ലാ ഹീലിംഗും ചെയ്യുന്ന മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. മന്ത്ര എന്ന് പറയുമ്പം സംസ്കൃതം വേർഡാണ്. ഇറ്റ്സ് ജാവനീസ് സ്ക്രിപ്റ്റ്. അവരതിന് ഗന്ധം എന്ന് പറയും. പക്ഷെ നമ്മൾ ജാവനീസ് മന്ത്രം എന്ന് പറയുമ്പോൾ ആളുകളായിരിക്കും സംസ്കൃത മന്ത്രങ്ങളാണെന്ന്. ഒരിക്കലും അല്ല. ഇത് ജാവനീസിലെ ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡിലെ ലാംഗ്വേജിലുള്ള ഈ മന്ത്രങ്ങൾ. അത് എനിക്ക് തോന്നുന്നു രാഹുലുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അതിനേത് പേരിട്ട് വിളിച്ചാലും ഇതിന്റെ വാക്കുകളുടെ ഉച്ചാരണത്തിൽ നിന്നുണ്ടാകുന്ന ഒരു എനർജി വൈബ്രേഷൻ ആണോ ഈ പ്രൊട്ടക്ഷൻ നൽകുന്നത്? യഥാർത്ഥത്തിൽ സാർ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു ഫ്രീക്വൻസി, ഇറ്റ്സ് എ കോസ്. രണ്ടാമതെന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ച ഓരോരോ മന്ത്രങ്ങളും പ്രോഗ്രാംഡ് ആണ്. ഓരോരോ വേർഡ്സ് എടുത്തിട്ട് ഈ ജാവയിലെ പഴയ ആൾക്കാർ മാസങ്ങളെടുത്ത് ഇപ്പം നമ്മൾ 100 തവണ ഒരു മന്ത്രം ചാൻറ്റ് ചെയ്യുന്നതിന് പകരം 1 തവണ ആ വേർഡ് ഉപയോഗിച്ചാൽ മതി. അതാണ് ജാവനീസ് മാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും പവർ. കാരണം ഇതിൻ്റെ ഡീകോഡ് വേർഷൻ ഞങ്ങളുടെ ആരെ കയ്യിലും ഇല്ല. ഒരു വേർഡിൽ ഇപ്പം ഇതേപോലെ ഒരു വേർഡ് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. തെറ്റുപറ്റാതെ അത് പഠിച്ച് ചെയ്യണം. കൃത്യമായിട്ട് അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് ഓഡിയോ അയച്ചു കൊടുക്കും. മലയാളത്തിൽ നോട്ട്സ് അയച്ചു കൊടുക്കാറുണ്ട്. കാരണം എനിക്കറിയുന്ന ഒരാൾ തന്നെ ഗ്രാൻഡ് മാസ്റ്ററാണ്. പുള്ളി എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു എനർജി വിളിച്ചിട്ട് അത് വരുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് വിളിക്കുന്നത്? ഞാൻ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഒരൊറ്റ സ്പെല്ലിങ് മാറിപ്പോയിട്ടേ ഉള്ളൂ. ഈ സാധനം വർക്ക് ചെയ്യില്ല. പ്രൊനൗൺസിയേഷൻ ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻസിയാണ്. മാത്രമല്ല ഇത് പ്രോഗ്രാംഡാണ്. ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഹീൽ ചെയ്യാൻ സുഖമാണ്. ഒരാളെ ഹീൽ ചെയ്യാൻ ജസ്റ്റ് 2 മിനിറ്റ്. ബാക്കി ആളുടെ റെസ്റ്റിംഗ് ടൈമാണ്. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞ് ആളൊരു 20 minutes to 30 minutes റെസ്റ്റ് എടുത്തിട്ട് ആൾ പോയാൽ മതി. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം. ഞാൻ വന്നു, നിങ്ങൾ എൻ്റെ പ്രശ്നം നമ്മൾ സംസാരിച്ചു, ഇത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇടയ്ക്ക് പറഞ്ഞ കാര്യം പകുതിയിൽ നിൽക്കുകയാണ് കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയാം, എൻ്റെ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തു, എൻ്റെ പ്രശ്നം താങ്കൾക്ക് മനസ്സിലായി, ഞാൻ പറയാതെ വെച്ചിരിക്കുന്ന കാര്യമാണ്. താങ്കൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മന്ത്ര കോൾ ചെയ്തു, ആ എനർജീസിനെ നമ്മുടെ ബോഡിയിലോട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു 90% എനർജീസ് നമ്മുടെ ബോഡിയിലോട്ടാണ് വിളിക്കുന്നത്. ആ നമ്മുടെ ബോഡിയിലോട്ട് വിളിച്ചിട്ട് അത് നിങ്ങളുടെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഇതിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 to 20 minutes നിങ്ങൾ നിർബന്ധമായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ബോഡിയിൽ വന്നു, അത് ആക്ട് ചെയ്യാൻ തുടങ്ങും. അത് ആക്ട് ചെയ്യാൻ തുടങ്ങുന്ന മൊമെൻറ്റ് മുതൽ യു വിൽ ഫീൽ ദ എനർജീസ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോർമലി എങ്ങനെയാണോ വന്നു അങ്ങനെ തന്നെ തിരിച്ചു പോവാം. ഇതാണ് നമ്മുടെ നോർമൽ പ്രോസസ്സ് ഉണ്ടാവാറ്. ഇനി ഈ റേക്കി ആയാലും ആക്സസ് ബാർ ആയാലും പ്രാണിക് ഹീലിംഗ് ആയാലും ഇതൊക്കെ ഈ ഹീലിംഗ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ജാവനീസ് മാഗ്നറ്റിസം പഠിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് വെക്കുക, ആർക്കൊക്കെ ഇത് പഠിക്കാം? ഒരു 12 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആർക്കും പഠിക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് റേക്കി, പ്രാണിക് ഹീലേഴ്സ് ആൻഡ് ആക്സസ് ബാർ. ഇവരെല്ലാവരും വരുന്ന ഒറ്റ കാര്യത്തിനാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും കർമ്മ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു.
കർമ്മ കൊണ്ട് അടിച്ചിടും. എനിക്കറിയാം പഠിപ്പിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഹീൽ ചെയ്യില്ല, സ്റ്റുഡൻസിന്റെ തലയിൽ വെച്ചു കൊടുക്കും. ഞങ്ങൾ അങ്ങനെയല്ല. ഞാൻ ഇന്നലെയും 3 ഹീലിംഗ് കഴിഞ്ഞിട്ടായിരിക്കുന്നത്. അതിലൊന്ന് നെഗറ്റീവ് എനർജി റിമൂവലാണ്. നോർമലി നമുക്ക് എല്ലാ ദിവസവും നെഗറ്റീവ് എനർജി റിമൂവൽ നമുക്ക് നിർബന്ധമായിട്ടുണ്ട്. ഇപ്പൊ ഡെയിലി റുട്ടീനായിട്ട് മാറി. ഇത്രയും കൂടുതൽ നെഗറ്റീവ് എനർജി ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ 2 കേസുകളിൽ വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് നെഗറ്റീവ് ഇല്ലെങ്കിലും എനിക്ക് നെഗറ്റീവ് ഉണ്ട്, എനിക്ക് നെഗറ്റീവ് ഉണ്ട്, അങ്ങനെ ഞാൻ ആ കഥയാണ് നേരത്തെ പറഞ്ഞു വന്ന് പകുതിയാക്കി ഇറങ്ങി തീർത്താം. ഈ വിളിച്ച ആളോട് ഞാൻ അവസാനം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവരുടെ ജാതകത്തിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇവരിതിനെ പ്രശ്നങ്ങളായി കാണുക. ഒരു ഫോൺ താഴെ വീണാലും അതിന്റെ കാരണം ഇതാണെന്ന് നെഗറ്റീവ് എനർജി. എന്നിട്ട് ഇവര് പലയിടങ്ങളിൽ പോയിട്ട് ഇതുപോലെ പൈസ കൊടുത്ത് പൂജ ചെയ്ത് കൊണ്ടുപോയിരിക്കുക. ഇത് പലപ്പോഴും രോഹിത്തട്ട അവരവരുടെ പവർ മനസ്സിലാക്കുന്നില്ല. ഇവര് ഒരു സാധനം ഡിസൈൻ ചെയ്ത് മൈൻഡിൽ വെക്കും. എനിക്ക് ഇതേപോലെ ഒരുപാട് ക്ലയൻസ് വരും. ആ ഡിസൈൻ ചെയ്ത് വെച്ച സാധനത്തിൽ നിന്ന് ഇവർക്ക് എന്ത് സംഭവിച്ചാലും കാരണം അതാ. ഒരുപക്ഷെ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ആദ്യം ചെയ്ത ആള് ചെയ്തതുകൊണ്ട് തീർന്നെന്നിരിക്കട്ടെ, ഒന്ന് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ കാല് കല്ലിലിടിക്കുക സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. വാഹനം ഓടിക്കുന്നവരാണ്, ഈ തിരക്കുള്ള വാഹനം അറിയാം, ചാവി കളഞ്ഞു പോകാം, സ്വർണ്ണാഭരണങ്ങൾ കളഞ്ഞു, ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നു. ഇതിനെല്ലാം അവിടെ കണക്ട് ചെയ്യും. എന്നിട്ട് പറയും അവർ പൈസ വാങ്ങി എനിക്കിത് ചെയ്തു തന്നില്ല എന്ന് പറയുന്ന. എന്നിട്ട് പുതിയൊരാളോട് പോവും, ഇയാളോട് ഈ കഥയെല്ലാം കേട്ടിട്ട് അയാൾ ഇച്ചിരി മണി മോട്ടീവ് ആണെങ്കിൽ ഒരു വലിയ എമൗണ്ട് ചോദിക്കും. ഇതും കടം വാങ്ങി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് കണക്ട് ചെയ്ത് പോയി ഇത് പഠിക്കാൻ 12 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഹീലർമാരാണ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരൻ എന്തിനിത് പഠിക്കണം? നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, പല എനർജി ബാലൻസുകളും നമ്മുടെ ലൈഫിലും നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. ഒരാളുടെ കണ്ണ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഈവിളായി, പ്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മളൊരു കാർ എടുത്തിട്ട് പോകുന്നു, നമ്മൾ പോകുന്ന സ്പീഡ് ഒരു ഇത്തിരി കൂടി മറ്റൊരാളുടെ മേത്ത് ചളി തെറിച്ച തെറ്റാണ്, അത് കർമ്മയാണ്. പക്ഷെ എല്ലാം നല്ല ഞാൻ പറയണം, അവിടെയും നമുക്കൊരു പ്രാക്ക് കിട്ടി. ഉറപ്പായിട്ടും ഇതൊക്കെ ഇത് യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് ഫോം ചെയ്യുന്നുണ്ട് അവിടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്റ്റ് ആവാൻ വേണ്ടി ഇത് മോസ്റ്റ് പവർഫുള്ളാണ്. നമ്മളൊരാളെ ഹീൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് റേക്കി ഹീലേഴ്സ് പ്രാണിക് ഹീലേഴ്സ് വരുന്നു? പ്രൊട്ടക്ഷൻ. നിങ്ങൾ ജാപ്പനീസിൻ്റെ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് നിങ്ങൾ റേക്കി ചെയ്തോ പ്രാണിക് ഹീലിംഗ് ചെയ്തോ ആക്സസ് ബാർ ചെയ്തോ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇറ്റ് വോണ്ട് എഫക്റ്റീവ്. ഇത് അല്ലെങ്കിൽ എനിക്കറിയാം പല ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് പഠിക്കുമ്പം പറയും, സാറേ ഞാൻ 2 ആൾക്കാർ ഒരു ദിവസം ചെയ്യുള്ളൂ, ഞാൻ സൈഡായിട്ടുണ്ടോ. ഇത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനപ്പോൾ പറയും, നിങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടിട്ട് ഇത് പഠിച്ചതിൻ്റെ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുക, എന്നിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. ഇപ്പം അടുത്തൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ പഠിക്കുന്നത്, അവസാനം അവർ റേക്കി നിർത്തും, പ്രാണിക് ഹീലിംഗ് നിർത്തി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം ലോഹിതയുടെ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 2 മിനിറ്റ് മതി ഒരാളെ ഹീൽ ചെയ്യാൻ. ദ മേജർ ബെനിഫിറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദ പവർഫുൾ പ്രൊട്ടക്ഷനാണ്. നമ്മൾ ഒരു തവണ പ്രൊട്ടക്ഷൻ ഇട്ടു 24 hours വർക്കിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ 24 മണിക്കൂർ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വലിയൊരു കേസ് ചെയ്യാം, നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്നും കൂടി പ്രൊട്ടക്ഷൻ ഇട്ടോ. 2 മിനിറ്റ് അല്ലേ, നിങ്ങൾ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഞാൻ എല്ലാ ഹീലേഴ്സിൻ്റെ ലൈഫിൽ കാണുമ്പം അവർക്ക് 100 കൂട്ടം പ്രോബ്ലംസാണ്. ഇത് നമ്മുടെ ഹീലേഴ്സിനില്ല. കാരണം അവർ ഓരോരോ ദിവസം കഴിയുമ്പോഴേക്ക് അവർ പവർഫുള്ളായിട്ടാണ് ഞാൻ അവരെ കണ്ടത്. അത് ഈവൻ നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എനിക്കറിയുന്ന പഴയ ഹീലേഴ്സ്, ഇപ്പം ഞാൻ പഠിച്ച മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ ഓരോരോ ദിവസം കഴിയുന്നതെന്ന് വെച്ചാൽ അവർ പവർഫുള്ളായിട്ടാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ്. ചില ആളുകളുണ്ട് നമുക്കറിയാം, അവർക്ക് ഒരുപാട് കൺസൾട്ടേഷൻ ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ ദ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. ഇവർക്ക് എന്നോ അസുഖങ്ങളാണ്, കിട്ടുന്നതൊക്കെ ആശുപത്രി കൊടുക്കാനും അവിടെ കൊടുക്കാനും ഇവിടെ കൊടുക്കാനേ ഉള്ളൂ. അത്തരക്കാരെന്താ ചെയ്യണ്ടേ? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും രോഗത്തിനെ ചികിത്സിക്കാറില്ല, രോഗിയെയാണ് ഞങ്ങൾ ചികിത്സിക്കുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പോലും ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഇവർ ആ സിസ്റ്റം കറക്റ്റ് ഒന്ന് പഠിച്ചിട്ട് ഇവർ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതവരൊരു 7 days ഫോളോ ചെയ്യുമ്പോഴേക്ക് തന്നെ, കാരണം ഞങ്ങൾക്ക് മോർണിംഗിൽ ഒരു റുട്ടീനുണ്ട്, ഉറങ്ങുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം.
എന്നും നിർബന്ധമല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് അവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർ ഈ പറഞ്ഞ പ്രശ്നമില്ലേ ഒരാഴ്ച കൊണ്ട് നിൽക്കും. ഓക്കെ, അവരുടെ എല്ലാ എനർജി ഫ്ലോയും ഓട്ടോമാറ്റിക് കറക്റ്റായി അവർ കറക്റ്റ് ട്രാക്കിലോട്ട് വരും. ഓക്കെ. കാരണം എനിക്കറിയാം, ഞാൻ ലാസ്റ്റ് 5 years ആയിട്ട് ഞാൻ എന്തിനു പഠിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച പല കാര്യങ്ങളും, നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു, പകുതിയിൽ ചിലപ്പോൾ സ്റ്റെക്കാവും, പിന്നെ അത് എങ്ങനെ മൂവ് ചെയ്യണം നമുക്കറിയില്ല. ഓക്കെ. പക്ഷേ ഈ ജാപ്പനീസ് പഠിച്ചതിന് ശേഷം ഒരു സാധനം സ്റ്റെക്കായി, അത് മൂവ് ചെയ്യേണ്ടതാണോ എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാനത് അവിടെ വെച്ച് നിർത്തേണ്ടതാണോ എന്ന് എനിക്കറിയാം. ഇതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നിർത്തേണ്ടതാണെങ്കിൽ നമ്മൾ നിർത്തിക്കളയുക, മൂവ് ചെയ്യേണ്ടതാണെങ്കിൽ അത് മോസ്റ്റ് പവർഫുൾ ആയിട്ട് മൂവ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണം. നമുക്കത് എല്ലാവരിലും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഈ ചില ഹീലർമാരുടെ ഒക്കെ എക്സ്പീരിയൻസ് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, ചില സാധനങ്ങൾ ഇപ്പോൾ പിടിക്കും, അവർക്കറിയാം നെഗറ്റീവ് എനർജിയാണ്, അവർ കൂട്ടിയെ കൂടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു കൊടുക്കും, അവസാനം കൂട്ടിയെ കൂടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. എന്നിട്ട് അവസാനം ഇത് വലിയ വള്ളിയായി ഇവർക്ക് ഹീലർക്കും ആരെയാണോ ഹീൽ ചെയ്ത് അവർക്കും തിരിച്ചടിക്കും. ഇത്ര അനുഭവങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനത്തെ വള്ളികൾ വന്നിട്ടില്ല. ഞാൻ ഇതേപോലെ ഒരു തവണ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ അവരെ എനർജീസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരു സംഭവമാണ്. ഇത് ട്രാൻസ്ഫർ ആയി വരുമോ? ഫാമിലി അച്ഛനുണ്ടെങ്കിൽ മകനിലോട്ട് പോകും, മകളിലോട്ട് പോകും, ഇങ്ങനെയൊക്കെ വരാം. ട്രാൻസ്ഫർ ആയിട്ട് വന്നൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് നല്ല ഏജ് കിടക്കുന്ന ഒരു കേസ്. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിലാണ് ഇരിക്കുന്നത്, ആൾ കോട്ടയത്ത് നിന്ന് വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇവർ കണ്ടു, നല്ല നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറിയാൽ മതി, വേറെ ഒരു ആവശ്യമില്ല. ഞാൻ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾ നോർമൽ ഹീലിംഗ് അല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു 20 minutes to 30 minutes വേണ്ടത്. ഫസ്റ്റ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എനർജി കൊടുത്തു, ഇതിനൊരു കൂശലുമില്ല. എനർജി കൊടുത്ത എനർജി അവിടെ കിടന്ന് കളിക്കുന്നു. ഈ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? ഇല്ല, എനിക്ക് ആ സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ആളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഫസ്റ്റ് ടൈം ഇല്ല. അപ്പം ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ, ആൾ ഓൾറെഡി റിലാക്സ്ഡ് മോഡിലാണുള്ളത്, അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 2 minutes കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്ന് ലൂസായി, ഇത് ലൂസായി. അപ്പോൾ എനിക്കറിയാം ഇനി ഇറങ്ങിക്കോളും. മൂന്നാമത് ഞാൻ കൊടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി റിലീസായി. ഈ സാധനം റിലീസായിട്ട് പോയി. ഇത് പോണ സമയത്ത് എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിന്തിച്ചത് ഞാൻ അതിനെ ഉപദ്രവിക്കാനാണ് വന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമാണ് ഞാൻ അതിന് ചെയ്തു കൊടുക്കുന്നത്. ഇതിനൊറ്റ റീസണേ ഉള്ളൂ, ഏതൊരു ബാധ. അപ്പം നമ്മൾക്ക് മനുഷ്യരെ കൂടെ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യരില്ലാത്തൊരു മരുഭൂമിയിൽ രോഹിത്തേട്ടന് ജീവിക്കാൻ പറ്റും? ഇല്ല. മനുഷ്യരെ കൂടെ നമുക്ക് ജീവിക്കാൻ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 3 dimensionൽ ജീവിക്കുന്ന ജീവികളാണ്. നമുക്കത് ഭയങ്കര താല്പര്യമാണ്. ഇവിടെ വന്ന് പെട്ടുപോകുന്നതാണ്. ഇവർക്ക് അറിയില്ല ഇത് പെടുകയാണ്. പക്ഷെ അവരുടെ ഡയമെൻഷനിലോട്ട് അവരെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് മോക്ഷം കൊടുക്കാൻ പറ്റുമ്പോൾ അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് എനിക്ക് മോക്ഷമാണ് കിട്ടുന്നത്. അതിലവർ ബ്ലസ് ചെയ്തിട്ടാണ് പോവുക. യഥാർത്ഥത്തിൽ നെഗറ്റീവ് എനർജി റിമൂവലിൽ ജാപ്പനീസിനുള്ള ഏറ്റവും വലിയ പവർഫുൾ എന്ന് പറയുന്നത് നമ്മൾ മോക്ഷമാണ് കൊടുക്കുന്നത്. ആ ഒരു സോളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, എൻറ്റിറ്റി, നമുക്ക് എന്ത് ഓമന പേരിട്ട് വിളിച്ചാലും അതിന് മോക്ഷമാണ് ലഭിക്കുന്നത്. ഈ ജാപ്പനീസ് പഠിക്കുന്ന സമയത്ത് ഇന്തോനേഷ്യയിലൊക്കെ ഈ ആത്മാവ്, സോൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്.